മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ്. വിരസതയുണ്ടാകാത്ത വിധത്തിൽ ചെറിയ സമയം കൊണ്ടത് പറഞ്ഞു തീർക്കാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് നവംബർ മാസം 1-ാം തീയതി ഭംഗിയായിട്ടൊരു ചെറിയ ഗ്രൂപ്പ് തുടങ്ങി. അത് അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ്. വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. അതിൽ വളരെ ഫോർമാലിറ്റിയോ ഇനാഗ്രേഷനോ ഒന്നും ഉണ്ടായില്ല. നമ്മുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത സത്യങ്ങളും അതുപോലെ മന്ത്രതന്ത്ര ധ്യാന വഴികളും പ്രാർത്ഥനകളും ഇത് ഭാരതീയമായ രീതിയിൽ നിലനിന്നിരുന്നത്, പിന്നെ ഗണിതശാസ്ത്ര പൈതൃകം, ജ്യോതിശാസ്ത്ര പൈതൃകം, അതുപോലെ തന്നെ ലോകതന്ത്ര പൈതൃകം, നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അതുപോലെ തന്നെ നമ്മളുടെ ഗുരുക്കന്മാരുടെ സന്ദേശങ്ങൾ, ഇതെല്ലാം A4 സൈസിൽ ഷീറ്റുകളായിട്ട് കൊണ്ടുവന്ന് അത് പ്രഭാഷണ വേളയിൽ കയ്യിൽ കൊടുത്ത് അത് നോക്കി അവരെ കൊണ്ട് വായിപ്പിച്ച് ക്ലാസ് എടുക്കാൻ പാകത്തിന് ഈ നോട്ടുകൾ തയ്യാറാക്കിയിട്ട് ഏതാണ്ട് 2.5 മാസം ആയിട്ടുണ്ട്. 2.5 മാസം ഇല്ല, 50 ദിവസം. ഈ 50 ദിവസത്തിൽ 25 നോട്ടുകൾ കൊണ്ടുവരികയുണ്ടായി. 25 നോട്ടുകളും പല സ്ഥലത്തും കൊടുത്ത് നമ്മുടെ ഭാസ്കരീയ സംഖ്യാസമ്പ്രദായം, ഭൂതസംഖ്യ എന്നാണ് ഞാനതിന് പറഞ്ഞിരുന്നത്. പലരും പറഞ്ഞു ഭൂതസംഖ്യ എന്ന് പറയേണ്ട, അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഏതോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഭാസ്കരാചാര്യർ 1-ാമൻ AD 629 എഴുതിയ മഹാഭാസ്കര്യം ലഘുഭാസ്കര്യം എന്ന പുസ്തകത്തിലാണ് ഈ സംഖ്യാസമ്പ്രദായം ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത്. അതിനു മുമ്പ് പ്രയോഗത്തിലുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ആ ഭാസ്കരീയ നമ്പർ സമ്പ്രദായം, അതുകൊണ്ട് അത് കടപയാതി നമ്പർ സിസ്റ്റം ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് നടന്ന നാരായണീയ സത്രത്തിൽ 800 പേർക്ക് പ്രിന്റഡ് നോട്ട് കടപയാതി നമ്പർ സിസ്റ്റം കൊടുത്തിട്ട് പഠിപ്പിക്കുകയുണ്ടായി. ആര്യഭട്ടീയ നമ്പർ സിസ്റ്റം, നമ്മുടെ ശാസ്ത്ര പൈതൃകം, ഗണിതശാസ്ത്രത്തിലെ തിയറങ്ങൾ, സിദ്ധാന്തങ്ങൾ എല്ലാം ബ്രോഷറുകളായിട്ട് കൊണ്ടുവരും. നാരായണീയത്തിലെ സെൻസ്, ഭഗവത്ഗീതയിലെ മാനേജ്മെന്റ്, എല്ലാം നോട്ടുകളായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് ഈ അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് AHRS അതിനെ അടുത്ത മാസമാകുമ്പോഴത്തേക്കും പുസ്തകം ഭാരതീയ പൈതൃകം നിങ്ങളുടെ വിരൽത്തുമ്പിൽ എന്ന് പറഞ്ഞൊരു പുസ്തകമായിട്ട് കൊണ്ടുവരാൻ, അതിൻ്റെ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആയിട്ട് ഈ A4 സൈസ് പേപ്പറിനെ നമ്മൾ ബുക്കുകളായിട്ടും കൊണ്ടുവരുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞത് വേറൊരു കാര്യം പറയാനും കൂടി വേണ്ടിയിട്ടാണ്. നവംബർ മാസം 3-ാം തീയതി പ്രൈം മിനിസ്റ്ററുടെ മാനസിക പ്രോജക്റ്റ്, ഞാൻ പ്രൈം മിനിസ്റ്ററുടെ മാനസിക പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ പ്രോജക്റ്റ് എന്ന് പറയാൻ കാരണമുണ്ട്. അദ്ദേഹം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ നമ്മുടെ സംസ്കാരത്തിൽ ധാരാളം ശാസ്ത്രത്തിൻ്റെ സന്ദേശങ്ങൾ ഉണ്ടെന്ന് പറയുകയുണ്ടായി. അതിനെ കുറച്ച് പേര് എതിർക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ സംസ്കാരത്തിലുള്ള ശാസ്ത്ര പൈതൃകം, അതിൽ നമ്മളുടെ ഹാൻഡിക്രാഫ്റ്റ്സ്, പല 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 കാര്യങ്ങളും പെടുന്നുണ്ടാവും. പ്യുവർ സയൻസ് ആൻഡ് ടെക്നോളജി അല്ലാതെ സംസ്കാരത്തിലുള്ളത്. അതിൽ ഗ്രന്ഥങ്ങളുണ്ട്, അത് പഠിപ്പിക്കാനുള്ള കലാലയങ്ങളുണ്ട്. അതെല്ലാം ചേർത്ത് ഒരു പുതിയ വിങ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ആരംഭിക്കുകയാണെന്ന് പറയേണ്ടായി. അതിൻ്റെ മീറ്റിങ്ങിന് ഞാൻ പോയിരുന്നു. 14 ടോപ്പ് സയൻറ്റിസ്റ്റുമാരുണ്ടായിരുന്നു. IIT ഡൽഹിയിൽ നിന്ന്, ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, മറൈൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചർച്ചകളും അതിൻ്റെ തീരുമാനങ്ങളും ഒന്നും വളരെ രസകരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു, നമ്മളുടെ ഹെറിറ്റേജ് പ്രോഡക്ട്സിനെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും തയ്യാറാക്കിയിട്ടുണ്ടോ, എന്തൊക്കെ ഉണ്ടെന്ന് തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം അതിനവർ കാര്യമായിട്ട് ഉത്തരവൊന്നും പറഞ്ഞില്ല. അതൊക്കെ നടക്കണ കാര്യമാണോ എന്ന രീതിയിലായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ അവരോട് അന്ന് പറഞ്ഞിരുന്നു, നവംബർ 3-ാം തീയതി പറഞ്ഞു. ഇപ്പം നവംബർ 3 കഴിഞ്ഞു, ഡിസംബർ 3 കഴിഞ്ഞു, ജനുവരി 3 കഴിഞ്ഞു, ജനുവരി 10-ാം തീയതിയാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. അപ്പോൾ ഏതാണ്ട്
നവംബർ 3, ഡിസംബർ 3, ജനുവരി 3, 60 ദിവസം. 60 + 7, 67 ദിവസം. അവരോടന്ന് പറഞ്ഞിരുന്നു 100 ദിവസത്തിനകം നമ്മുടെ പൈതൃകത്തിൻ്റെ സയൻറ്റിഫിക്കലി ടെക്നോളജിലി ഉപയോഗിക്കാവുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചും പ്രോഡക്റ്റുകളെക്കുറിച്ചും അത് ലഭിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചും ഒരു സമഗ്രമായിട്ടുള്ള ഒരു പോർട്ടൽ, ഒരു വെബ്സൈറ്റ് ആർക്കും പെട്ടെന്ന് എത്താൻ പാകത്തിന് വളരെ ഗ്ലോറിയസ് ആയിട്ട്, അങ്ങനെ ഭയങ്കര ഷോയിലൊന്നുമല്ല, നല്ല ഭംഗിയായിട്ട്, അത്രയേ ഉള്ളൂ. വളരെ എക്സ്പെൻഡിച്ചറുകൾ കൂട്ടിയിട്ടൊന്നുമല്ല, ഒരെണ്ണം തയ്യാറാക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അത് നടക്കണ കാര്യമല്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വിചാരിക്കുന്ന മാതിരി എളുപ്പമൊന്നുമല്ല എന്ന് അതിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ സെക്രട്ടറി, അദ്ദേഹം പ്രൈം മിനിസ്റ്ററുടെ ഈ വിഷയത്തിലെ സെക്രട്ടറിയും കൂടിയാണ്, അഡ്വൈസറും കൂടിയാണ്. അവരെല്ലാവരും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും നമ്മൾ മിക്കവാറും രാപ്പകൽ വർക്ക് ചെയ്തിട്ട് കുറേ അധികം കാര്യങ്ങൾ കളക്ട് ചെയ്തു. ഇനിയും കുറേ അധികം കാര്യങ്ങൾ കളക്ട് ചെയ്യാനുണ്ടാവും. പക്ഷേ മറ്റന്നാളെ 12-ാം തീയതി, ജനുവരി 12-ാം തീയതി സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ആണ്. സ്വാമി വിവേകാനന്ദൻ്റെ 153-ാം ബർത്ത്ഡേ ആണ്. അപ്പോൾ വിവേകാനന്ദൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ മകരസംക്രാന്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. ശരിക്ക് ജനുവരി മാസം 11-ാം തീയതി, നാളെ അർദ്ധരാത്രിക്ക് 12 മണിക്ക് ആ പോർട്ടൽ റിലീസ് ചെയ്യും. കുറേ കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട് അതിനകത്ത്. ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അത് സാവധാനത്തിലേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ നാടിൻ്റെ പൈതൃകം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളും കോളേജുകളും അതിലെ വിഷയങ്ങളും ഡിപ്പാർട്ട്മെൻറ്റുകളും ഭാരതമെമ്പാടും എത്രയോ ഉണ്ടെന്ന് ഒരു ചെറിയ ഗ്ലിംസ് കിട്ടാൻ സാധിക്കും. ഇപ്പോൾ 11-ാം തീയതി നാളെ അർദ്ധരാത്രിക്ക് അത് ഓട്ടോമാറ്റിക്കലി റിലീസാവും. വലിയ ഫോർമാലിറ്റികളോ ഫോർമൽ ഫംഗ്ഷനുകളോ ഒന്നുമില്ല. ഒരുപക്ഷെ ഇത് നാളെ രാവിലെ പറഞ്ഞാൽ മതിയായിരുന്നു എന്നെനിക്ക് തോന്നി. 11-ാം തീയതി രാവിലെ പറയാം, 12-ാം തീയതി ഉദയം ചെയ്യുന്ന അർദ്ധരാത്രിക്ക് അത് റിലീസ് ചെയ്യുമെന്ന് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ നാളെ അതിരാവിലെ ആലപ്പുഴയ്ക്ക് 3 പ്രഭാഷണത്തിന് പോകേണ്ടത് കൊണ്ട് ഇന്ന് നിങ്ങളുടെ അടുത്ത് പറയാം. സാധിക്കുമെങ്കിൽ നാളെ അർദ്ധരാത്രിക്ക് ശേഷം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മറ്റന്നാളെ heritageproducts.in, അത്രയേ ഉള്ളൂ, www.heritageproducts.in ഒന്ന് നോക്കുക. അത് നാളെ അർദ്ധരാത്രിക്ക് ശേഷം റിലീസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വിജയിക്കുമെന്നാണ് വിശ്വാസം. സിമ്പിൾ പ്രൊസീജിയറാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. എന്നാലും അടുത്തൊരു 100 വർഷത്തേക്ക് നമ്മുടെ പൈതൃകം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ആർട്സിനെ കുറിച്ചുണ്ട്, നമ്മുടെ ബാംബു പ്രോഡക്ട്സിനെ കുറിച്ചുണ്ട്, നമ്മുടെ കളറൻസിനെ കുറിച്ചുണ്ട്, ടെക്സ്റ്റൈൽസിനെ കുറിച്ച്, ഹാൻഡ്ലൂമിനെ കുറിച്ച്, മെറ്റലർജി, കാസ്റ്റ് അയേണ്, റോട്ട് അയേണ്, അതേപോലെ തന്നെ നമ്മളുടെ വ്യത്യസ്തങ്ങളായ സെറാമിക്സ് പ്രോഡക്ട്സ്, ഗോൾഡ്, സിൽവർ, നമ്മൾ ഉപയോഗിച്ചിരുന്നത്, പഞ്ചലോഹത്തെക്കുറിച്ച്, പിന്നെ കേവ്സിനെ കുറിച്ച്, മണ്ഡപത്തെക്കുറിച്ച്, ടെമ്പിൾസിനെ കുറിച്ച്, സിവിൽ എഞ്ചിനീയറിങ്, കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ആയുർവേദത്തിൻ്റെ കാര്യങ്ങൾ, ആയുർവേദ കോളേജുകൾ, ആയുർവേദത്തിൻ്റെ പ്രോഡക്ട്സ്, ഇതെല്ലാം 1-2 വരികളിലേ ഉള്ളൂ. അത് ശരിക്ക് ലിങ്ക് ബ്രേക്ക് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ്. ജസ്റ്റ് കോപ്പി ആൻഡ് പേസ്റ്റ് ആക്കിയിട്ട് URL ഗൂഗിളിൽ കൊടുത്താൽ നേരെ അതിൻ്റെ റൂട്ടിലേക്ക് പോകാൻ സാധിക്കും. കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്, സ്പേസ് പോരാ. പക്ഷേ ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ടേ കൊടുത്തിട്ടുള്ളൂ. അത് കുറേ കൂടി റിഫൈൻ ചെയ്യാനായിട്ടുള്ളതുണ്ട്. പക്ഷേ 100 ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് ശരിക്ക് 67 ദിവസം, 68 ദിവസം. 67 ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 67 ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മളുടെ പൈതൃകത്തിൽ അത് ഒരിടത്തും പറയുന്നില്ല. ശരിക്കും 33 കോടി ദേവന്മാർ എന്ന് പറയുന്നത് 1/3 എന്ന അർത്ഥത്തിലാണ്. 100 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയിട്ട് കയ്യിൽ തരാമെന്ന് പറഞ്ഞത്, അതിൻ്റെ ഡ്രാഫ്റ്റും ബാക്കിയുള്ളതും പൂർത്തിയാക്കിയിട്ട് കയ്യിൽ തരാം. പിന്നെ കണ്ടിന്യൂസ്ലി അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ
ആൻഡ് കറക്ഷൻ വേണ്ടി വരും എന്നും അറിയിച്ചിട്ടുണ്ട് അവരെ. ആ ഡേറ്റ് പറഞ്ഞതിൻ്റെ 2/3 ദിവസം കഴിയുന്നതാണ് 67 ദിവസം. 2/3 ദിവസം കഴിയുന്നതാണ് 67 ദിവസം. 100ന്റെ 2/3. ഈ 2/3 കഴിയുന്ന ദിവസം സ്വാമി വിവേകാനന്ദന്റെ ബർത്ത്ഡേ കൂടി വന്നപ്പോൾ അത് ആ ദിവസം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ടുള്ള തീരുമാനമൊന്നുമല്ല. ധന്യമായിരിക്കുമെന്ന് തോന്നുന്നു. പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഒരു അത്ഭുതം തോന്നും. ഇത്രയുമെല്ലാം നമ്മുടെ പൈതൃക പ്രോഡക്റ്റുകൾ ഇന്നും ലോകമെമ്പാടുമുണ്ടോ എന്ന്. ഇനിയും കുറേ കൂടി കാര്യങ്ങൾ ചേർക്കാനുണ്ട്. അതിൻ്റെ മുഴുവനും തീരുമാനമായിട്ടില്ല. നിരന്തരം എഡിറ്റിംഗ് നടത്താൻ സൗകര്യത്തോടു കൂടിയ പോർട്ടലാണത്. ഇപ്പോൾ heritage.products.in എന്ന ആ പോർട്ടലിൽ ഇനി ഭാവിയിൽ ആർക്ക് എന്ത് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് റിസർച്ച് നടത്തണമെങ്കിലും ഇതൊന്ന് നോക്കിയിട്ട് ആരംഭിക്കാൻ സാധിച്ചാൽ അത് ഏത് വിഷയമാണെങ്കിലും കുറേ അധികം പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നു. കുറേ അധികം പ്രയോജനപ്പെടുമെന്നൊരു ഉറച്ച വിശ്വാസമുണ്ട്. അങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇത് ഫൈനലാണെന്നല്ല. ഇപ്പം അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവനും ഡ്രാഫ്റ്റ് സിസ്റ്റത്തിലാണ്. നിരന്തരം സമയം കിട്ടുമ്പോഴെല്ലാം അതിനെ എഡിറ്റ് ചെയ്തിട്ട് റിഫൈനിങ് നടത്തുന്നുണ്ടാവും എന്ന് ഞാൻ എടുത്തു പറയുന്നു. കൂട്ടത്തിൽ നിങ്ങളുടെ സജഷനും തരിക. എന്ത് സജഷൻ ഉണ്ടെങ്കിലും നമുക്കിത് ചേർക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും എഡിറ്റ് ചെയ്ത് ചേർക്കാവുന്ന രീതിയിലാണ്. എഡിറ്റ് ചെയ്ത് ചേർക്കാൻ ഏതാനും സെക്കൻഡുകൾ മാത്രം മതി. ആ രീതിയിലാണ് നമ്മുടെ പോർട്ടൽ വെബ്സൈറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓർമ്മിക്കുക, heritage.products.in അക്കാഡമി ഫോർ ഹെറിറ്റേജ് റിസർച്ച് ആൻഡ് സ്റ്റഡീസ് അതിഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നു. അതേപോലെ ഈ പോർട്ടലും അടുത്ത 100 വർഷത്തേക്ക് ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെയേറെ പ്രയോജനപ്പെടും. അറ്റ്ലീസ്റ്റ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനെങ്കിലും അത് പ്രയോജനപ്പെടും. റിസർച്ച് സ്റ്റഡീസ് നടത്തുന്നവർക്കും ഇതൊരു മാർഗദർശകമായിട്ടുള്ള ചൂണ്ടുപലകയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ധന്യമായിട്ടുള്ള ആ കർമ്മത്തിന് കുറേ പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. എല്ലാവർക്കും പ്രണാമം അർപ്പിക്കുന്നു. അപ്പം നാളെ അർദ്ധരാത്രി 11-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് 12-ാം തീയതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റിലീസാകും എന്നുള്ള രീതിയിലാണ്. അതിൻ്റെ വർക്ക് മുഴുവനും അതിൻ്റെ ആ പോർട്ടലിൻ്റെ ഡിസൈൻ എല്ലാം ശരിയാക്കുന്ന പ്രവീൺ കുമാർ എന്ന് പറയുന്ന നമ്മുടെ കോർഡിനേറ്ററോട് ഞാൻ നിർദ്ദേശിച്ചതനുസരിച്ചിട്ട് ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം അത് തയ്യാറാക്കുന്നുണ്ട്. എല്ലാവരെയും അറിയിക്കാം. നമ്മുടെ ധർമ്മ-radio.in ഉണ്ട്, ധർമ്മ-news.in ഉണ്ട്, അതുപോലെ IISH.org ഉണ്ട്. പിന്നെ ധാരാളം കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടാതെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ കൂട്ടത്തിൽ heritage.products.in ആണ്. ഒത്തിരി വ്യക്തികളുടെ സഹായവും അനുഗ്രഹവുമാണ് ഇതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിൽ പേരെടുത്ത് പറഞ്ഞാൽ തീരാത്ത അത്രയും ആവേശകരമായിട്ടുള്ള സപ്പോർട്ട് തരുന്ന കുറേ പേരുണ്ട്. അവരുടെയും ഭാരതമാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും അനുകൂലിക്കുന്നവരുടെയും എതിർക്കുന്നവരുടെയും മുമ്പിൽ പ്രണമിച്ചുകൊണ്ട് നാളെ അർദ്ധരാത്രിക്ക് അത് റിലീസ് ചെയ്യുന്നുണ്ടാവും. പ്രണാമം, നമസ്കാരം.